നാം വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നാം എന്ത് പറയണം, അല്ലെങ്കിൽ ഇന്ന് ഓരോ ദേശത്തും നമ്മൾ എന്ത് പറയണം, അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ നാം എന്താണ് അവരോട് സംസാരിക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റി, ദൈവത്തിലുള്ള വിശ്വാസം, നമ്മുടെ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം, ദൈവത്തിൻ്റെ രക്ഷ നമ്മളെങ്ങനെ സ്വായത്തമാക്കാം, ഇതെല്ലാം നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് നാം ദൈവത്തിന് മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനുള്ള അല്ലെങ്കിൽ ആകാംക്ഷ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നിയമാവർത്തനം 4:7 ഇപ്രകാരം പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ എളിമയും അനുതാപവും, നമ്മൾ പാപികളാണെങ്കിൽ ആ പാപത്തെ പറ്റി നമുക്ക് പാപബോധവും ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പാപമോചനവും എല്ലാം നമുക്ക് ലഭിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ എളിമയോടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും നമ്മൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ നമുക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിയും.